എന്താടാ എവിടെ നിൽക്കണേ? ഒന്നില്ല പ്രകാശേട്ടാ. എന്നാ ശരി, ഞാൻ പുറത്തു പോയിട്ട് വരാം. പോലെ ഞാൻ പറയട്ടെ. നീയല്ലേ പറഞ്ഞു ഒന്നും പറയാല്ലോ. ഒന്നും പറയില്ല എന്ന് പറഞ്ഞാ അപ്പൊ തന്നെ അങ്ങോട്ട് പോവാണോ? എന്നാ പറയ്. ഇത്ര ദിവസം വരെ ഇത്ര വേണ്ട മനസ്സ് മാറുന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ അതും പോയി. അതെന്ത് പറ്റി നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? സത്യം നിലയ്ക്കാൻ വേണ്ടി അമ്മേനെ ഒറ്റ കൊടുക്കണ പിള്ളേര് പറഞ്ഞപ്പോ ഞാൻ അവരൊപ്പം നിന്നതാ. ഇത്ര വേണ്ട കാര്യത്തിൽ അവരെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പതേ ഒരു കാലം മാറി. ബെസ്റ്റ്. നിന്റെ സമയദോഷം അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? പ്രകാശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഓ, ഞാൻ പോണായിരിക്കും. ആ, മനസ്സിലായല്ലോ. എന്നാ പിന്നെ പോയിക്കൂടെ? അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. നീ ഒരു കാര്യം പറയാൻ വേണ്ട. രമണി പറഞ്ഞോ. ഏട്ടനെ ഏട്ടത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ വരെ ഒറ്റിക്കൊടുക്കാൻ റെഡിയാവനോ? ഇവനെ എന്തായാലും വിശ്വസിക്കുക. ഇതൊക്കെ ഞാൻ ത്രിവേണിക്ക് വേണ്ടി ചെയ്യുന്നത്, അത് മറക്കരുത്. ഇയാൾ ഇയാളുടെ അമ്മ ഒറ്റിക്കൊടുക്കോ അച്ഛൻ ഒറ്റിക്കൊടുക്കോ എന്താ വെച്ച ചെയ്യും. അതിന് എനിക്കെന്താ? പ്രകാശേട്ടാ, പൈസ വെച്ച ആളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്തായാലും ചേച്ചി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് വിജിലൻസിന് പരാതി കൊടുത്ത ഒരാൾ കാണൂലേ? അയാൾ ആരാന്നറിയാൻ നമുക്ക് പറ്റൂലേ? അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മായമയാണോ ചെയ്ത മോഹനേട്ടനാണോ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഓഫീസിൽ CCTV ഇല്ലേ? CCTV ഇല്ലാത്തോണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നേ. ഓഡിയോ ഒന്ന് ഐഡിയ പറയണ കേട്ടാ തോന്നും വിജിലൻസിയാളെ തറവാട് സ്വത്താണ്. അങ്ങനെ ചെന്ന് ചോദിച്ചാലൊന്നും അവർ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പോണില്ല. ഈ കോളേജിൽ പോയി പഠിച്ചിട്ട് വിവരം ബുദ്ധിയൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ അയാളെ കണ്ടെത്തി തന്നെ വെക്കാം. അയാൾ പറയണ മോഹനേട്ടനാണ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എന്നാ സ്പോട്ടിൽ ഞാൻ മോഹനേട്ടനെ തട്ടും. എന്താ ത്രിവേണി പറയുന്നേ? താൻ ഒരാൾക്കൊന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കും? എന്നൊരു കാര്യം ചെയ്യും, താനൊരു കൊല ചെയ്യും, എന്നിട്ട് ജയിലിലേക്ക് വാ. അപ്പൊ അവിടെ വെച്ച് കാണാലോ. എന്റെ പൊന്ന് ത്രിവേണി, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ സ്ഥല ജയിലില്. ഇത് ഇത്ര മണ്ടിയായി പോയല്ലോ. അതെ, ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാം. ഈ ഓഫീസിലെ CCTV ഇല്ലാത്തത് അതിൻ്റെ അടുത്ത് കടകളിലും ബിൽഡിങ്ങിലൊക്കെ CCTV കാണൂലേ? നമ്മൾ ഈ എല്ലാ സ്ഥലത്തും നോക്കണം. പൈസ വെച്ച ദിവസവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലും ഓഫീസിൽ വന്നുപോയ ആളുകളുണ്ടാവുമല്ലോ, അതിൽ സംശയം തോന്നുന്ന ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. നല്ല ഐഡിയ. അതിലെന്തായാലും മോഹനേട്ടൻ പറഞ്ഞാണ്, അതുപോലെ മമ്മി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കണം. പക്ഷെ ഇത് നല്ല പണിയല്ലേ? ആവശ്യം നമ്മുടെ അല്ലേ, നമ്മളപ്പോൾ കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാലേ നടക്കൂ. ആകെ ഇതേ ഒരു വഴിയുള്ളൂ. ചേട്ടന് കാര്യം മനസ്സിലായി. ഇതുപോലെ കുറേ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. എന്നെ പരിഗണിച്ച ഞാൻ ഇതേപോലെ നല്ല നല്ല ഐഡിയാസ് പറഞ്ഞുതരാം. താ ഒന്ന് പോയേ. പ്രകാശേട്ടാ, ഇവൻ പറഞ്ഞ ഐഡിയ കൊള്ളാം, അതൊന്നും നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ. ആ, എൻ്റെ ഐഡിയ കൊള്ളാം, ഞാൻ കൊള്ളൂല അല്ലേ? ഇല്ല. എന്നെ കൂടെ കൂട്ടണോ? ഞാൻ ഇതേപോലെ നല്ല ഐഡിയാസ് പറഞ്ഞുതരാം. അയ്യോ വേണ്ടേ, ഐഡിയ പറഞ്ഞുതരാ വന്നേക്കുന്നു. എന്നാ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും, നിങ്ങളെല്ലാവരും കൂടി സത്യനിലേക്ക് ഇറങ്ങിയേക്കാന്ന്. ആഹാ, നീ പറയോ? പറയും. അടിച്ചതിന് പല്ല് താഴെയിടും. എത്ര പല്ലടിച്ചു വേണേ താഴിട്ടോ, പക്ഷെ എന്നെ കൂടി പരിഗണിക്കണം. അർജുൻ, എന്താ ഇവിടെ? ഇതിലൊന്നു ചേച്ചി, ഞാൻ ത്രിവേണിനെ കണ്ടപ്പോ നിനക്ക് എവിടെ ജോലി കിട്ടിയല്ലേ? നിനക്ക് പോവാറായില്ലേ? ആ, ഞാൻ പോവാണ്. ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പലതവണ ഇവള് നിന്നോട് പറഞ്ഞല്ലേ? അല്ലേ? അവള് താല്പര്യം ഇല്ലാന്ന് ഇത്രയും വട്ടം പറഞ്ഞിട്ടും പിന്നെ നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? അത് ഭയങ്കര ബോറാ അർജുൻ, നിനക്കത് തോന്നില്ലേ? ഇപ്പൊ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല. അർജുനായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, മനസ്സിലായോ? നടക്കടി.